നെക്സോ അരീനയുടെ സ്പോർട്സ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ കളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശ്രീലങ്കയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്. സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു സ്ലോ പിച്ചായിരുന്നു ആ ഗ്രൗണ്ട്. അത് കാരണം രണ്ട് ടീമും സ്പിന്നർമാരെ ഊന്നിയിട്ടുള്ള ഒരു 11 പ്രൊഡ്യൂസ് ചെയ്തത്. ടോസ് ഭാഗ്യം പാകിസ്ഥാന് ലഭിച്ചെങ്കിലും അത് കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല. തുടക്ക ഓവറുകളിൽ അഭിഷേക് ശർമ്മയെ 0 വീഴ്ത്തി ഇന്ത്യക്ക് പ്രഷർ കൊടുത്തെങ്കിലും തിലക് വർമ്മയും ഇഷാൻ കിഷന്റെ മികച്ച പ്രകടനവും ഇന്ത്യക്ക് താങ്ങാവുകയും പിന്നീട് ഇഷാൻ കിഷന്റെ മികച്ച സ്കോർ റേറ്റിംഗിലൂടെ ഇന്ത്യ 200+ റൺ അടിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഇഷാൻ കിഷന്റെ ഔട്ടോടുകൂടി ഇന്ത്യ ഒന്ന് സ്ലോ ആവുകയും പിന്നീടുള്ള ആൾക്കാരുടെ സംഭാവന കൊണ്ട് 176 ഒതുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഈ പിച്ചിൽ 176 ഒരു മികച്ച സ്കോറായിരുന്നു. ഇതേ സെയിം സിറ്റുവേഷനാണ് പാകിസ്ഥാന് സംഭവിച്ചത്. ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യത്തെ ഓവറിൽ തന്നെ പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ത്യയെ പോലെ പ്രഷറിനെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല. ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും മികച്ച ഓവറുകൾ പാകിസ്ഥാനെ നിലംപരിശാക്കി എന്ന് തന്നെ പറയാം. സ്പിന്നിന് പ്രാധാന്യമുള്ള പിച്ചായിരുന്നിട്ട് കൂടി പേസറായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെയും ബുംറയുടെയും മികച്ച പ്രകടനം അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടാതെ ഇന്ത്യയുടെ സ്പിന്നർമാരും പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞു മുറുകി. ഓവറോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മികച്ച ടീം വർക്ക് തന്നെയാണ് ഈ വിജയത്തിൻ്റെ ആധാരം. കൂടാതെ T20 വേൾഡ് കപ്പിൽ ആകെ നടന്ന 9 കളികളിൽ 8ലും ഇന്ത്യ വിജയിച്ചു. ഒരു കളി മാത്രമാണ് പാകിസ്ഥാൻ വിജയിക്കാൻ സാധിച്ചത്. കൂടാതെ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയം, അതായത് ഏറ്റവും കൂടുതൽ റണ്ണിന് ജയിച്ച കളിയും ഇന്നലെ നടന്ന കളി തന്നെയാണ്. അങ്ങനെ ഇന്ത്യ സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്.